അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആരാണ് ആദ്യമായിട്ട് ആലപിച്ചത് എന്നറിയാം? പിന്നെ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ദേശീയ ഗീതം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അതായത് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവാണ് രവീന്ദ്രനാഥ ടാഗോർ. അങ്ങനെയാണെങ്കിലും ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണെന്നും കൂടെ ഓർമ്മിക്കുക. ദേശരാഗത്തിലാണ്. ഒപ്പം ജനഗണമനയാണെങ്കിൽ അത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണ കേട്ടോ, മാറിപ്പോരുത്. ദേശീയ ഗീതമാണെങ്കിൽ ശങ്കരാഭരണ രാഗം, ദേശീയ ഗാനമാണെങ്കിൽ ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. ദേശീയ ഗീതത്തിന് അതായത് വന്ദേമാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ദേശീയ ഗാനത്തിൻ്റെ സംഗീതം നൽകിയത് ആരാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. രാം സിംഗ് താക്കൂറാണ്. ദേശീയ ഗാനമാണെങ്കിൽ അതായത് ജനഗണമന രാം സിംഗ് താക്കൂറാണ് സംഗീതം. ദേശീയ ഗീതം അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. മറന്നുപോയത് കേട്ടോ. പിന്നെ ദേശീയ ഗീതമാണെങ്കിലും ഗാനമാണെങ്കിലും അംഗീകരിച്ചത് ഒരേ ദിവസമാണ്. അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസം എന്ന് പറയുന്നത് 1950 ജനുവരി 24. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും.